നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഏതൊരു കാര്യങ്ങളിലും പ്രാരംഭത്തിൽ ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും സഹപ്രവർത്തകരുടെ സഹായ സഹകരണവും മേലധികാരികളുടെ നിർദ്ദേശങ്ങളും അവലംബിക്കുന്നത് വഴി അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും എല്ലാം ഏറ്റെടുക്കും, എല്ലാം ഭംഗിയാക്കി തീർക്കുവാനും സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ വിപുലീകരിക്കുന്നതിന് ഭാഗമായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടി 6 മാസത്തേക്ക് പണം മുതൽ മുടക്കേണ്ട തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണമുള്ള ഒരു ജോലിക്കാരെ നിയമിക്കുവാനും യോഗമുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പലപ്പോഴും സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് വഴി അർഹമായിട്ടുള്ള വിധത്തിൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കരാർ ജോലികൾ തിരിച്ചു ലഭിക്കാൻ അവസരം വന്നു ചേരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വെച്ച് പൂർത്തീകരിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കാൻ യോഗം കാണുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വർഷങ്ങളായിട്ട് വിപരീതമായിരുന്നവർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും സ്വല്പമായിരിക്കാം എന്നിരുന്നാൽ പോലും ലോക്യമായി തീരുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ജോലിക്കാർ ചെയ്തു വരുന്ന കാര്യങ്ങൾ പരീക്ഷണം എന്ന നിലയിലും സൂക്ഷ്മമായി മനസ്സിലാക്കുക എന്ന സങ്കല്പത്തോടുകൂടിയും സ്വയമേവ ചെയ്തു തീർക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരങ്ങൾ വന്നു ചേരും. സർവർക്കും സ്വീകാര്യമായുള്ള നിലപാട് സ്വീകരിക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. നീതിയുക്തമായുള്ള സമീപനം ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം സംജാതമാകും. സമാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. അഹംഭാവം ഒഴിവാക്കി കാര്യകാരണങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അംഗീകാരം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. സേവന സന്നദ്ധതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഭാരതീയ ശാസ്ത്രശാഖകൾ കൈകാര്യം ചെയ്യുന്നവർക്കും കലാ സാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. സൗഹൃദ സംഭാഷണത്തിൽ പുതിയ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആശയങ്ങൾ ഉദിക്കുവാൻ സാധ്യതയുണ്ട്. കീഴ് ജീവനക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ യോഗം കാണുന്നു. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യത്തിനും ഉന്നതരെ പരിചയപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. അധ്വാന ഭാരത്താൽ ഒന്നോ രണ്ടോ ദിവസം ദേഹക്ഷീണം അനുഭവപ്പെടുവാനും അവധിയെടുക്കുവാനും യോഗം കാണുന്നതുമുണ്ട്. പൊതുവെ കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം, തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നേട്ടം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരുക, സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്നിവ ഉണ്ടാകുവാൻ മെയ് മാസത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ തൊഴിൽ മേഖലകളിൽ പുതിയ ആശയങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണം മുതൽ മുടക്കാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭരണ ചുമതലകൾ ഏറ്റെടുക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ വർഷം സ്ഥാനക്കയറ്റമൊക്കെ ലഭിച്ചിരുന്നു.
ഈ വർഷവും ജനുവരി മുതൽ തന്നെ സ്ഥാനക്കയറ്റത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലഭിക്കുമെന്ന് ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് ജോലികൾക്ക് അപേക്ഷ നൽകുവാൻ ഇടവരുമെങ്കിൽ പോലും തത്തുല്യമായിട്ടുള്ള തസ്തികയോട് കൂടിയതായിട്ടൊരു ജോലി കിട്ടാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് നിലവിലുള്ള ജോലി തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്കും ഇതൊരു സമാധാനപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് അത് വളരെ മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. ഉഷ്ണ മൂത്രാശയ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കാൻ സാധ്യത കാണുന്നു. സർവർക്കും സ്വീകാര്യമായുള്ള നിലപാട് അനുവർത്തിക്കുന്നത് വഴിയും സ്വീകരിക്കുന്നത് വഴിയും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരിക്കും നന്നാവുക. പലപ്പോഴും നീതിയുക്തമായിട്ടുള്ള സമീപനം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. മഹത് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ അത് കേൾക്കുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും ആ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കുവാനും സ്വയമേവ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാനിടവരും. ഒരു വർഷമായിട്ട് ഹ്രസ്വകാല വിളകൾ പലതും ചെയ്യുകയും അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ കൃഷി രീതിയെപ്പറ്റി പഠിക്കാൻ സാധിച്ചു എങ്കിലും ഇനി മുതൽ ദീർഘകാല കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാനും സാധ്യത കാണുന്നു. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി മനസ്സമാധാനം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രവർത്തന തലങ്ങളിൽ ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും പ്രവർത്തിക്കാനിട വന്നു ചേരുന്നത് വഴി പലരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സിൽ കരുതിക്കൊണ്ട് 3 മാസത്തിനുള്ളിൽ തന്നെ വികസിത രാഷ്ട്രത്തിലേക്ക് അവരുടെ പ്രത്യേക ക്ഷണം വന്നു ചേരുന്നത് വഴി വികസിത രാഷ്ട്രത്തിലേക്ക് 6 മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പുനരാരംഭിക്കുവാനും ഒരുപക്ഷെ വാസ്തുശാസ്ത്രപ്രകാരം ചില പരിവർത്തനങ്ങളൊക്കെ നടത്തുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗമുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. സ്വഭാവവിശേഷത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അതിൽ നിന്നും ഒരു പ്രചോദനം ഉണ്ടാകുവാനും തൊഴിൽ മേഖലകളിൽ ഇനിയും ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ളൊരു സ്വയമേവ തയ്യാറാകുവാനും തോന്നലുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. 2025 ഒടുവിൽ അഥവാ 2026 ആദ്യത്തെ പകുതിയിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമയ ചർച്ചകൾ അനുവർത്തിക്കുവാനും ഏറ്റെടുക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പരിഗണിക്കുന്ന സ്വഭാവം ഉള്ളതുവഴി ഒരുപക്ഷെ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നു. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് അനുകൂലമായുള്ള അനുമതിയൊക്കെ നൽകുവാനിടവരുമെങ്കിൽ പോലും സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. ഉദ്യോഗത്തിൻ്റെ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിനുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാൻ
മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.